ഹലോ, അസ്സലാമു അലൈക്കും. കുറേ ആയല്ലോ നമ്മൾ വന്നിട്ട്. അപ്പോൾ നമുക്കൊന്ന് അടിപൊളി കൂന്തൽ നിറച്ചത് നമുക്ക് ഉണ്ടാക്കാട്ടോ. കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ ഉണ്ടാക്കണം. അതിനുവേണ്ടി നല്ല ഫ്രഷ് കൂന്തൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഫ്രിഡ്ജിലൊന്നും വയ്ക്കാണ്ട് തന്നെ കിട്ടിയ പാടെ തന്നെ നന്നാക്കി എടുത്ത് വെച്ച്. അപ്പോഴാണ് ഇത് കണ്ടപ്പോഴാണ് നമുക്ക് കൂന്തൽ നിറച്ചതിൻ്റെ ഓർമ്മ വന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കുറച്ച് ചെറിയുള്ളി നന്നാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. അപ്പോൾ ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്കൊരു പൂതിയൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കണം. അതിനുവേണ്ടി ഞാൻ കുറച്ച് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഞാൻ തേങ്ങ ചിരകാനുള്ള മടിക്ക് ഞാൻ പൂണ്ടെടുത്തിട്ടുണ്ട്. അതിന് അതിലേക്ക് ഞാൻ കുറച്ച് ചെറുള്ളിയും പച്ചമുളകും പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കാണണേ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ദാ നമ്മളതൊന്ന് അരച്ചൊന്ന് ഒതുക്കി വെക്കാം. അതിന് ശേഷം ഞാൻ കൂന്തൽ നന്നാക്കി കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വാലും തലയൊക്കെയാണ് മാറ്റി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില. അപ്പോൾ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇഞ്ചി കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഒരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്കത് ഇട്ട് കൊടുക്കാം കേട്ടോ. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ടിട്ടില്ല കേട്ടോ. പച്ചമുളക് നമ്മൾ തേങ്ങയിൽ അരച്ചുകൊണ്ട് അതിൽ ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഉപ്പിട്ടിട്ട് നമുക്ക് വാട്ടി കൊടുക്കാം. അപ്പോൾ വാടാൻ വേണ്ടി നമുക്ക് ഉപ്പിട്ടാൽ പെട്ടെന്ന് വാടി കിട്ടിയോളും. അപ്പോൾ ഗ്യാസൊന്ന് സിമ്മിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഫോണ് പിടിക്കാൻ പറ്റാണ്ട് ഒരു സ്റ്റാൻഡുമ്മ വെച്ചതാണ്. അതാണ് ഇങ്ങനെ കുറച്ചൊരു സൂമിങ് കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്കൊരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ കുരുമുളക് പൊടി. അപ്പോൾ നമുക്കൊന്ന് ഗ്യാസ് കുറച്ച് വെച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഇതുപോലെ ഒന്ന് കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കാൻ മറക്കരുത്. കാരണം സ്റ്റാൻഡൊന്നും മര്യാദയ്ക്ക് പിടിച്ചെടുത്ത് നിൽക്കണില്ല. അപ്പോൾ പിന്നെ ഞാനെന്ത് ചെയ്തു, അവസാനം സ്റ്റാൻഡ് വന്ന് എടുത്ത് എൻ്റെ കൈക്ക് തന്നെ എടുത്തു. പിന്നെ അതിൻ്റെ ബാക്കി ചിറകും നമ്മുടെ അതിൻ്റെ വാലിൻ്റെ ഭാഗമൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ച് ഇതിലിട്ട്. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു കൂന്നുള്ള പ്രത്യേക ഒരു ടേസ്റ്റായിട്ട് അതിൽ വരാം. അപ്പോൾ അതും കൂടി ഒന്ന് വേകാൻ വേണ്ടി കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കുക. അതിന് ശേഷം നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങ എടുത്തുകൊണ്ട് വരാം. അപ്പോൾ തേങ്ങയും കൂടി അതിലിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് മല്ലിയില ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ മല്ലിയില ഇപ്പോൾ എല്ലാവരും വീട്ടിലും കാണും. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് വെച്ച് ഒന്ന് കുറച്ച് നേരം ചൂടാറിയതിന് ശേഷം നമ്മുടെ കൂന്തലിൻ്റെ ഉള്ളിലേക്ക് നിറച്ച്, പിന്നെ അതിൻ്റെ തല അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്ക് നീർക്കിൽ വെച്ച് കുത്താം. അപ്പോൾ കാണാൻ നല്ല രസമുണ്ടല്ലേ. അപ്പോൾ ഇതാ അതിന് ശേഷം എല്ലാം അതുപോലെ കുത്തി വെച്ചിട്ടുണ്ട്. അതാ നമുക്കൊരു ഇഡ്ഡലി ചെമ്പട്ടി എടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ തടവിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചുള്ള കൂന്തൽ ഇങ്ങനെ നിരത്തി കണ്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ലത് ആവി വെച്ച് വരുമ്പോൾ നമ്മുടെ ബലൂൺ വീർത്ത പോലെ വീർത്ത് വന്നിട്ടുണ്ട് കണ്ടോ. ചിലതൊക്കെ ഒന്ന് പൊട്ടിപ്പോയി, ഒന്നോ രണ്ടോ അതിൽ പൊട്ടിയിട്ട് സംശയം. അതിന് ശേഷം ഒരു പാൻ എടുത്ത് കുറച്ച് വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം നമുക്കൊരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ അതിൻ്റെ പച്ചമണം പോണ പോലെ ഒന്ന് വാട്ടി വെച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കൂന്തൽ അതിലേക്ക് ഇട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ കൂന്തൽ നിറച്ചത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം. അടിപൊളി ടേസ്റ്റാട്ടാ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയൊരു പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും ഞാൻ വരാം. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും, ബായ്.